കുഞ്ഞിനെ പോലെ പോറ്റി വളർത്തിയ ഗൃഹനാഥൻ വിട പറഞ്ഞപ്പോൾ കണ്ണുകൾ നനഞ്ഞ് ഒരു നായയുടെ വിട നൽകലാണ് അടുത്ത റിപ്പോർട്ട്. ക്യാൻസർ ബാധിതനായിരുന്ന 69-കാരൻ PM മാത്യുവിന്റെ മൃതദേഹം സെമിത്തേരിയിലേക്ക് കൊണ്ടുപോകവേ ഓടിയെത്തിയ നായയുടെ കാഴ്ച പ്രേക്ഷകരുടെ നെഞ്ചിലും വിങ്ങലുണ്ടാക്കുമെന്ന് തീർച്ചയാണ്. തിരുവല്ല മേപ്രാൽ കട്ടപ്പുറത്ത് പാലത്തെട്ടയിൽ PM മാത്യുവിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട വളർത്ത് നായയാണത്. പിന്നെ 4 വയസ്സ് പ്രായമുണ്ടല്ലേ? അന്ന് അച്ചായൻ മരിച്ച് ബോഡി ആംബുലൻസിലേക്ക് കയറ്റിയ സമയത്ത് സത്യത്തിൽ ഇവനെ എവിടെയായിരുന്നു മാറ്റിയിട്ടിരുന്നത്? പുറവശത്തെ ഒരു റൂമിനകത്ത് കഥവെല്ലാം കടിച്ചു പറിച്ച് ചാടി. നമ്മൾ അവനെ സുരക്ഷിതമായിട്ട് അവിടെ ആക്കി അവനെ മാറിപ്പുണ്ടാക്കുമെന്ന് അറിയാം. എന്നാൽ അതുപോലെ താച്ചാനുമായിട്ട് ഭയങ്കര സ്നേഹം അവന്. പുള്ളി 1 മിനിറ്റ് കാണാൻ നിൽക്കത്തില്ല. അന്നേരം അങ്ങനെ ബന്ധോസായി നമ്മൾ പൂട്ടി താക്കോലി ഞങ്ങളുടെ കയ്യിലുണ്ട്. പക്ഷെ പട്ടി എടുത്ത സമയത്ത് ആംബുലൻസെ കാണുന്നതിന് നേരത്തെ പിന്നെ ആരോ വലിച്ചു കുറച്ച് മാറ്റി. ഇവൻ ഭയങ്കര കരച്ചിലായിരുന്നു. അച്ഛനെ എടുത്തുകൊണ്ട് ഇവിടുന്ന് അങ്ങോട്ട് ഇറങ്ങിയപ്പോൾ അങ്ങനെ ആംബുലൻസിൽ നിന്ന് വലിച്ചിറക്കുന്നതാണ് ഞാൻ കാണുന്നത്. എങ്ങനെ അവൻ എങ്ങനെ വന്നെന്നറിയത്തില്ല. ആ സമയത്തേക്ക് തുടല് പൊട്ടിച്ചതാണോ? തുടലൊന്നുമില്ല, തുടലുമില്ല, ബെൽറ്റുമില്ല. ബെൽറ്റ് സഹിതം ഊരിയാവും വന്നത്. രാവിലെ മുതലുള്ള പരിശ്രമമാണ്. അന്നേരം ആ സമയം അവനേതായാലും ഓടി വന്ന് ഞങ്ങളെല്ലാം ഇങ്ങനെ ആംബുലൻസിലോട്ട് കയറും. മോൻ എന്നെ പിടിച്ച് കയറ്റുക. അതിൻ്റെ പുറത്ത് ഞങ്ങളുടെ ആൾക്കാരെല്ലാം അങ്ങോട്ട് ഓരോരുത്തരോട് കയറുക. അവർ കയറാൻ ഇവൻ നോക്കി നിൽക്കുക. ഒരു ലാസ്റ്റിൽ ഇവനും വലിഞ്ഞങ്ങ് ചാടിക്കയറി. അന്ന് മുതൽ ഇവനും മകനാണ്. PM മാത്യുവിനോടൊപ്പം കട്ടിലിൽ ഒരു പുതപ്പിനിടയിൽ ഉറങ്ങി ശീലിച്ചതാണ് ആത്മബന്ധത്തിന്റെ കാതൽ. അയൽപ്പക്കത്തെ വീടിന്റെ തൊടിയിൽ പ്രസവിച്ച തെരുവു നായയുടെ കുട്ടിയെ മാത്യു ചായൻ എടുത്തു വളർത്തുകയായിരുന്നു. ഭക്ഷണം വാരി നൽകി, കുഞ്ഞിനെന്ന പോലെ. അച്ഛനാ വളർത്തിയതും കൊടുത്തതും എല്ലാം ഞാനിങ്ങനെ ആഹാരം വെച്ച് കൊടുക്കുന്നേ ഉള്ളൂ. താച്ചാനുമായിട്ടായിരുന്നു എപ്പോഴും. താച്ചാനെ കാണാൻ നിൽക്കത്തില്ല. രാവിലെ മീനൊക്കെ പിടിക്കും പുള്ളി. അന്നേരം അതിൻ്റെ പുറകിന് ഇവനും ഓടും. രാവിലെ മുതൽ താച്ചാൻ്റെ പുറകിന്. പിന്നെ വയ്യാതായ പിന്നെ ഇവൻ വീട് വിട്ടപ്പോൾ പുറത്തോട്ടും പോകത്തില്ല. ആ മുറിയുടെ വാതൊക്കെ വന്നിങ്ങനെ നോക്കും. നിൽക്കും, കയറണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ മുറി വന്ന് എത്തി ഇങ്ങനെ നോക്കും. അങ്ങ് മൗനിച്ചും തിണ്ണയിലെവിടെയെങ്കിലും വന്നിരിക്കും. രാവിലെയും വൈകിട്ടും വന്ന് റൂമിനകത്തോട്ട് നോക്കും. ആഹാരം കൊടുത്തിരുന്നത് അച്ഛൻ കൈ കൊണ്ട് തന്നെ വായി വെച്ച് കൊടുക്കും. രോഗം കലശലായ കാലത്ത് മാത്രമാണ് ടൈഗറിനെ അകറ്റി നിർത്തിയത്. അപ്പോഴും ഇടയ്ക്കൊക്കെ അവൻ വാതിൽപ്പടിയിൽ വന്ന കട്ടിലിലേക്ക് ഉറ്റുനോക്കുമായിരുന്നു. മാത്യു അച്ചായന്റെ മരണശേഷം അതേ കട്ടിൽ തന്നെയാണ് അവനും ഉറക്കം. അച്ചായന്റെ മരണശേഷം ഇപ്പൊ എങ്ങോട്ടും പോകത്തില്ല. ഈ റൂമിൽ തന്നെ. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ കട്ടിലേല കയറി കിടക്കുന്നു. ആ തലവണയിലെല്ലാം എപ്പോഴും ഇങ്ങനെ മണപ്പിച്ചിട്ട് ചിലപ്പോൾ നിന്ന് കരി എന്നുള്ള ഇതിനാ. സംസ്കാര ശുശ്രൂഷകൾക്ക് ശേഷം മക്കൾ ഇരുവരും ജോലിസ്ഥലത്തേക്ക് മടങ്ങിയതോടെ എൽസി ആന്റിയോട് ടൈഗർ കൂടുതലെടുത്തു. ഇപ്പോൾ പുറത്തു പോകുന്നത് തന്നെ അപൂർവം. മരണ ദിവസം ബന്ധുക്കളിൽ ഒരാൾ ചിത്രീകരിച്ച ദൃശ്യങ്ങൾ ഇന്നലെയാണ് സമൂഹ മാധ്യമങ്ങളിൽ സ്ഥാനം പിടിച്ചത്. നാട്ടിലെ തെരുവുനായ ശല്യം രൂക്ഷമാകുന്നു. ആ സാഹചര്യത്തിൽ നായ്ക്കളെ പൊതുവിൽ എല്ലാവർക്കും ഒരു അകൽച്ച കഴിക്കുന്ന കാലഘട്ടമാണ്. ആ സമയത്താണ് ഈ നായ്ക്കളും അദ്ദേഹത്തെ തെരുവിൽ നിന്ന് എടുത്ത് വളർത്തിയ യജമാനും തമ്മിലുള്ള ബന്ധം ജനങ്ങളെ അറിയിക്കണം എന്നൊരു ആവശ്യം ഏറ്റവും പ്രായോഗികമായ കാലഘട്ടമാണെന്ന് തോന്നുന്നത്. രണ്ട് നായകന്മാരുള്ള ഒരു അത്യപൂർവ കൂട്ടുകെട്ട്. അതിൽ പ്രധാനി ഗൃഹനാഥൻ PM മാത്യു അച്ചായൻ കഴിഞ്ഞ മാസം 2-ാം തീയതി മരണമടഞ്ഞു. 4 വയസ്സുകാരൻ ടൈഗർ എൽസി ആന്റിക്ക് കൂട്ടായി മേപ്രാലെ ഈ വീട്ടിൽ സദാ ഉണ്ട്. ക്യാമറമാൻ ജയചന്ദ്രൻ പുല്ലമ്പാറയ്ക്കൊപ്പം CK അഭിലാൽ, മാതൃഭൂമി ന്യൂസ്. തീർച്ചയായും കരളലിയിക്കുന്ന ഒരു കാഴ്ച. CK അഭിലാൽ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങൾ നൽകാനായി. അഭിലാൽ, ഈ മനുഷ്യനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു മൃഗമാണ് ഈ നായകൾ എന്ന് പറയുന്നത്. ചിലപ്പോഴൊക്കെ അവരുടെ ജീവൻ തന്നെ കളഞ്ഞുകൊണ്ട് നമ്മളോടുള്ള സ്നേഹം പ്രകടിപ്പിക്കാറുണ്ട്. എനിക്കുണ്ട് ഒരു നായ. അപ്പോൾ ഇത് കണ്ടപ്പോൾ വളരെ ഒരു വേദന തോന്നി. നമുക്ക് നമ്മളോടുള്ള ഒരു കമ്മിറ്റ്മെന്റ്, ആ ഒരു ഉടമസ്ഥൻ കാണിച്ച ഒരു സ്നേഹത്തിന്റെ ബാക്കിയാണ് അത് നൽകുന്നത്. എന്ത് തോന്നി ആ നായയെ നേരിട്ട് കണ്ടപ്പോൾ? അഭിലാലേട്ടന്റെ വീട്ടിൽ പെറ്റ്സ് ഒക്കെ ഉണ്ടോ?
ഈ നായ്ക്കൾ പൊതുവെ സ്നേഹപ്രകടനം കൊണ്ട് നമ്മുടെ മനസ്സിനെ കീഴ്പ്പെടുത്തുന്ന നിരവധി സംഭവങ്ങൾ ഇതിന് മുൻപുണ്ടായിട്ടുണ്ട്. ദൃശ്യങ്ങൾ പലതും നമ്മൾ കണ്ടിട്ടുണ്ട്. മനുഷ്യനെ പോലെ സങ്കീർണമായ വികാരങ്ങൾ പ്രകടിപ്പിക്കാൻ അത് പങ്കുവയ്ക്കാൻ കഴിയില്ല നായ്ക്കൾക്കെന്ന പഠനങ്ങളൊക്കെ തന്നെ തെളിയിച്ചിട്ടുണ്ടെങ്കിലും പലരുടെയും അനുഭവം മറിച്ചാണ് എന്നുള്ളതാണ്. ഇപ്പോൾ ഈ ദൃശ്യങ്ങൾ കണ്ടപ്പോൾ തന്നെ ആദ്യം ഇന്ന് രാവിലെ മൊബൈൽ ഫോണിൽ നമ്മുടെ ഗ്രാമപഞ്ചായത്ത് അംഗം ഇതെനിക്ക് അയച്ചു തന്നപ്പോൾ എനിക്ക് സത്യത്തിൽ വലിയ കൗതുകവും അതോടൊപ്പം തന്നെ മനസ്സിൽ ചെറിയ വേദനയൊക്കെ തന്നെയാണ് ഉണ്ടായത്. മുൻപ് എൻ്റെ വീട്ടിലും നായ്ക്കൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് നായയോടൊക്കെ നമ്മൾ കാണിക്കുന്ന സ്നേഹം അവരെ അത്ര വാത്സല്യത്തോടുകൂടിയും സ്നേഹത്തോടുകൂടിയൊക്കെ പോറ്റി വളർത്തിയാൽ അവ തിരിച്ചും സ്നേഹം പങ്കുവെക്കുമെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ മറ്റൊരു ഉദാഹരണമാണ് നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കണ്ടത്. ഇപ്പോൾ നക്കി തുടയ്ക്കുക, വാലാട്ടുക, നമ്മളെ തൊട്ടൊരുമി നിൽക്കുക എന്നുള്ളതൊക്കെ അവയുടെ സ്നേഹവും വാത്സല്യവും കരുതലും നന്ദിയും ഒക്കെ പ്രകടിപ്പിക്കുന്ന ചില സൂചനകൾ മാത്രമാണ്. ഈ അച്ചായൻ 4 വർഷം മുൻപ് തൊട്ടടുത്ത വീട്ടിലെ തൊടിയിൽ പ്രസവിച്ച ഒരു തെരുവ് നായയുടെ കുട്ടിയെ എടുത്തു വളർത്തുകയാണ് ഉണ്ടായത്. ആൻറ്റി പറയുന്ന പ്രകാരമാണെങ്കിൽ അച്ചായൻ വായിൽ വെച്ച് കൊടുത്താലേ അവൻ കഴിക്കുകയുള്ളായിരുന്നു എന്നുള്ളതാണ്. ഒപ്പം തന്നെ രാത്രിയിൽ കിടക്കുമ്പോൾ കട്ടിലിൽ തൻ്റെ തോളോട് ചേർന്ന ഭാഗത്ത്, വയറിനോട് ചേർന്ന ഭാഗത്ത് അവനെ കിടത്തുന്നിട്ട് പുതപ്പെട്ട് മൂടി രണ്ടുപേരോട് കിടന്നുറങ്ങുമായിരുന്നു. അത്രത്തോളം ഹൃദയം കൊണ്ടടുത്ത 2 പേരാണ്. മരണം അവൻ തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഒപ്പം തന്നെ മറ്റൊരവസരത്തിൽ ഇനി തൻ്റെ ഗൃഹനാഥനെ അത്രത്തോളം സ്നേഹത്തോടെ ആയിരുന്നു ഒന്നിച്ച് കിടന്നുറങ്ങിയിരുന്നതായിരുന്നു 2 പേരും. ആ വേദന തന്നെയാണ് ആ നായയുടെ ഭാഗത്ത് നിന്ന് നമ്മൾ കണ്ടത്. എന്തായാലും അബിലാലാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്.